മധു, എത്രത്തോളം രക്ഷാകരങ്ങൾ എത്തുന്നുണ്ട്, എത്രത്തോളം കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്? പ്രജീഷ്, ആദ്യം പറയാനുള്ളത്, എത്ര രക്ഷാപ്രവർത്തനങ്ങൾ എത്തിയാലും മതിയാവാത്തത്ര വലിയ ഒരു ദുരന്തമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. അതിന്റെ ആഘാതം ഇനിയും കൃത്യമായി വിലയിരുത്തിയിട്ടില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം രണ്ട് മലകളാണ് പൂർണ്ണമായും വലിയ തോതിൽ ഒരു ഭൂമി അപ്പാടെ പിളർന്നുകൊണ്ട് രണ്ട് മലകളാണ് ഒലിച്ചു പോകുന്നത് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് ചൂരൽമലയിലെ കാര്യങ്ങളാണ് ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ മറുവശത്ത് നിന്നുള്ളത് ഇപ്പോഴും ഇനിയും വിവരം കിട്ടാനിരിക്കുന്നതേയുള്ളൂ. മുണ്ടക്കൈയിലേക്ക് ഇനിയും ആ വിധത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. അവിടെ നിന്നുള്ള വിവരങ്ങൾ കൂടി എത്തുമ്പോൾ ഇത് പക്ഷേ ഒരു കേരളത്തിലെ ചരിത്രത്തിന്റെ ഒരുപക്ഷെ നമ്മളെയൊക്കെ സ്തബ്ധമാക്കുന്ന വലിയൊരു മഹാദുരന്തമായി തന്നെ ഇത് മാറുമോ എന്നുള്ള ആശങ്ക കൂടി ശക്തമാവുന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ഉള്ളത്. മധുഭൂമിയും മൈത്ര ആശുപത്രിയും ചേർന്ന് കഴിയാവുന്നത്ര സഹായങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവിടേക്ക് കടന്നെത്തുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളാണ്, അതിനുള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം അത് പുത്തുമലയിൽ, ഇതിന് താഴെയുള്ള പുത്തുമലയിൽ 3-4 കൊല്ലം മുമ്പ് നമ്മളിത് കണ്ടതാണ്. എത്രത്തോളം അപകടകരമാണ്, എത്രത്തോളം ഭീകരമാണ് ഈ അവസ്ഥ എന്ന് നമ്മൾ കണ്ടതാണ്. അതിന് അല്പം കൂടി മുകളിൽ മറ്റ് രണ്ടിടത്ത് നിന്ന് ഭൂമി അപ്പാടെ, ഒരുപക്ഷെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് ഇനി ഒരിക്കലും ഉണ്ടാകാത്ത വിധത്തിൽ പൂർണ്ണമായും ഒലിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അവിടേക്ക് കടന്നെത്തുമ്പോൾ പുത്തുമലയുടെ അനാവശ്യമായി ആരും അവിടേക്ക് കടന്നെത്താതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രാഥമികമായി ചെയ്യേണ്ടുന്ന കാര്യം. അത് തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ കർശനമായി നിർദ്ദേശിക്കുന്നത്. അപകടങ്ങൾ ഇനിയും ഒരുപക്ഷെ ഇടിഞ്ഞു നിൽക്കുകയാണ് മലകൾ. ശരി, മധുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ പ്രേക്ഷകരോട്, ഈ മേഖലയിലുള്ള ആളുകളോട് പറയുന്നത്, അവിടെ നിന്ന് നമ്മൾ ഈ ദുരന്ത മേഖലയാണ്, എപ്പോഴും മണ്ണിന്റെ കാര്യം ദുർബലമായ പ്രദേശങ്ങളാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉള്ള സൂചനകൾ ലഭിക്കുന്നെങ്കിൽ മാറി താമസിക്കണം. ഉടൻ തന്നെ ബന്ധപ്പെട്ടവരെ വിളിക്കുകയും വേണം. നമുക്കറിയാം, ആ ഉരുൾപൊട്ടലിൽ നിരവധി പേരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂർ ഈ പോത്തുകല്ലിൽ ഒഴുകിയെത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ദുരന്തത്തിന്റെ ആഴം, ആ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന വീട്ടിൽ എല്ലാവരും ഒരു പക്ഷേ പിറ്റേന്നത്തെ ദിവസത്തിലേക്ക് സ്വപ്നം കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉറങ്ങുന്ന ഒരു സമയത്താണ് ഈ ദുരന്തം നമ്മെ കവർന്നിരിക്കുന്നത്. ആ ഭൂമി ഒന്നാകെ, ആ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആകാശ ദൃശ്യം നേരത്തെ നമ്മൾ കണ്ടു. ആ ചൂരൽമലയിലേക്ക് അതിമനോഹരമായ ഒരു ഭൂപ്രകൃതി. അത് ഇന്ന് രാവിലെ പുലർച്ചെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിനെ ഒട്ടാകെ ആ ഭൂപ്രകൃതിയുടെ ഘടന തന്നെ മാറ്റി. ഭൂമി നമ്മുടെ മുന്നിലുണ്ടല്ലോ. നമ്മൾ അർജുന് വേണ്ടി തിരച്ചിൽ നടത്തുന്നു. ഷിരൂരിൽ നിന്നുള്ള ആ മലയുടെ ഒഴുക്കി പോക്കൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എത്രമാത്രം വലിയ ദുരന്തമാണ് രണ്ട് ഉരുൾപൊട്ടലിൽ ഉണ്ടായത് എന്ന ഈ ദൃശ്യങ്ങളുണ്ട്. നോക്കൂ, പ്രേക്ഷകർക്ക് നന്നായിട്ട് കുറച്ചുകൂടി കാണാൻ കഴിയുന്ന രീതിയിലാണ്. കാരണം ആ വാഹനങ്ങൾ, പല വാഹനങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. അത് മണ്ണിനോട് ചേർന്ന് കിടക്കുന്നു. പലരും ഒരുപക്ഷെ മണ്ണിൽ അകപ്പെടുന്നു. അംഗഭംഗങ്ങൾ സംഭവിച്ചുകൊണ്ടാണ് പലരെയും കണ്ടെത്താൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ വ്യാപ്തി നമുക്ക് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. അത് അങ്ങനെ മാറില്ലേ, അങ്ങനെ ഈ ഡെത്ത് ടോൾ ഉയരല്ലേ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയൂ. കാരണം നമ്മുടെ കേരളത്തിലെ നമ്മുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരുപാട് ദുരന്തങ്ങളെ നമ്മൾ ഫേസ് ചെയ്ത ഒരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ദുരന്തത്തിന്റെ ഏടുകളിൽ പുതിയ ഒരു ദുരന്തം കൂടി ദൗർഭാഗ്യവശാൽ അത് മാറുകയാണ്. നേരത്തെ മധുവൊക്കെ വിവരിച്ചതുപോലെ തന്നെ നമുക്ക് രക്ഷാകരം അവിടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മാതൃഭൂമി ന്യൂസിന്റെ ഈ അടിയിൽ നമ്മൾ ഓരോ ആളുകളെയും, ബന്ധപ്പെടേണ്ട ആളുകളെയൊക്കെ തന്നെ ജില്ലാ കളക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ള ആളുകളുടെയൊക്കെ തന്നെ നമ്പർ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അതിവേഗം നമ്മൾ ആരെക്കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ ആ നമ്പറിലേക്ക് തീർച്ചയായും ബന്ധപ്പെടണം. നേരത്തെ പറഞ്ഞതുപോലെ NDRF സംഘമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. സൈന്യത്തിന്റെ സഹായം അവിടേക്ക് എത്തിയിട്ടില്ല. അതിനൊക്കെയുള്ള നീക്കങ്ങൾ നടക്കുന്നു. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുണ്ടക്കൈ എന്ന പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഒരു പാലമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്രയം. പക്ഷേ ആ പാലം ഇന്നില്ല. പാലം കുത്തി ഒഴുക്കപ്പെട്ടിരിക്കുന്നു. പുഴയെ കീറി മുറിച്ചുകൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടേക്ക് എങ്ങനെ എത്തിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.